ഹലോ. BEGE 142, അതായത് അണ്ടർസ്റ്റാൻഡിങ് ഡ്രാമ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഡ്രാമ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡ്രാമയുടെ ഒരു ടെക്സ്ചർ, അതിൻ്റെ സ്ട്രക്ചറൊക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത്. അതായത് ആസ്പെക്ട്സ് ഓഫ് ഡ്രാമ. അപ്പോൾ ഡ്രാമയെക്കുറിച്ച് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരും. ഇപ്പം നമ്മൾ ഈ ഒരു ബുക്ക് പഠിക്കുമ്പോൾ, ഇപ്പോൾ ഡ്രാമ ഓറിയൻറ്റഡ് ഒരു ബുക്ക് പഠിക്കുമ്പോൾ എന്താണ് ഡ്രാമ എന്ന് നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. അതേപോലെ ഇതിൻ്റെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ബ്ലോക്കുകൾ വരുന്നത്, ഇപ്പോൾ സെക്കൻഡ് ബ്ലോക്കിലാണെങ്കിൽ വരുന്നത് പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 105 പഠിച്ച ഒരു അമേരിക്കൻ ഡ്രാമയാണ്. അതായത് ആർതർ മില്ലറിൻ്റെ ആൾ മൈ സൺസ് ആണ് വരുന്നത്. പിന്നെ സെക്കൻഡ് ബ്ലോക്കിൽ വരുന്നത് ഒരു ഇന്ത്യൻ ഡ്രാമയാണ് വരുന്നത്, മോഹൻ രാകേഷിൻ്റെ. പിന്നെ ഫൈനൽ ബ്ലോക്ക് അത് ഒരു ആഫ്രിക്കൻ ഡ്രാമയാണ് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഡ്രാമ എന്നൊന്ന് മനസ്സിലാക്കാം. അതായത് നമ്മൾ 101 ഇന്ത്യൻ ക്ലാസിക് ലിറ്ററേച്ചറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ പഠിച്ചവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അതേപോലെ കുറച്ചെങ്കിലും ഡ്രാമ അല്ലെങ്കിൽ സിനിമാസൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഇത് കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിരിക്കും കേൾക്കാനൊക്കെ. അപ്പോൾ എന്തായാലും നമുക്കിത് ഡ്രാമയെക്കുറിച്ച് എന്തൊരു ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതായത് ഇഗ്നോനെ സംബന്ധിച്ച് എന്താ പറയുക, കുറേ പേജസ് ആണ് നമ്മൾ കവർ ചെയ്യേണ്ടത്. അതേപോലെ ഡ്രാമയെക്കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു ഇംപ്രഷൻ, നമുക്ക് അത് നോക്കുന്ന ആൾ ഇന്ന് നമുക്ക് കിട്ടും. അപ്പോൾ എന്താണെങ്കിലും ഡ്രാമാറ്റിക് സ്ട്രക്ചേഴ്സ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഡ്രാമ എന്ന് പറയുന്നൊരു ആർട്ട് ഫോമാണ്, അതൊരു ലിറ്റററി കൊമ്പോസിഷനാണ്. അതേപോലെ ഇതിൽ ഒരുപാട് എലമെൻറ്റ്സ് ഇൻക്ലൂഡഡ് ആണ് ഡ്രാമയിൽ. അതായത് ക്യാരക്ടേഴ്സ്, ഡയലോഗ്സ്, സ്റ്റോറി, സെറ്റിങ്, കോസ്റ്റ്യൂംസ്, സ്റ്റേജസ്, സ്പെക്ടാക്ടേഴ്സ്, ഇതെല്ലാം ഒരു ഡ്രാമയിൽ ആവശ്യമാണ്. അതേപോലെ പ്രധാനമായും ഡ്രാമാറ്റിക് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തത് പ്ലോട്ട്, രണ്ടാമത്തത് ക്യാരക്ടേഴ്സ്, മൂന്നാമത്തത് 3 യൂണിറ്റീസ്. ഇവയാണുള്ളത്. അപ്പോൾ ഇതിൽ പിന്നെ ഡ്രാമയെ സംബന്ധിച്ച് ഒരു ഡ്രാമയിൽ ഇപ്പം ഞാൻ പറഞ്ഞു ഒരുപാട് ക്യാരക്ടർ വേണം, അതേപോലെ ഡയലോഗ്സ് വേണം, അതേപോലെ ഒരുപാട് കോസ്റ്റ്യൂംസ്, സ്റ്റേജസ്, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ എന്താ പറയുക, ഒരു ഡ്രാമയിൽ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാവും, അതിലൊരു പ്ലോട്ട് ഉണ്ടാവില്ല, ഒരു കഥ ഉണ്ടാവും. ആ കഥയിൽ പല രീതിയിലുള്ള കോൺഫ്ലിക്ട്സും ആക്ഷൻസും ക്രൈസിസും പല രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ, അതായത് ഇപ്പം സാഡ് മോഡിലുള്ളൊരു ഡ്രാമയാണെങ്കിൽ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും, ഒരു ഹൊറർ മോഡിലുള്ളതാണെങ്കിൽ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അങ്ങനെ ആയിരിക്കും പ്ലേൻ്റെ ഒരു സെറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ നമുക്കറിയാം, ഇപ്പോൾ ഡ്രാമയാണെങ്കിലും അതേപോലെ സിനിമയാണെങ്കിലും അതൊരു യൂണിവേഴ്സൽ സംഭവമാണ്. നമുക്ക് ആർട്ട് ഫോംസിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ലാംഗ്വേജസ് മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ ജെസ്റ്റേഴ്സും ഫേഷ്യൽ എക്സ്പ്രഷൻസും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ ഒരു ഓൾ ഓവർ അത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് അറിയാത്ത ലാംഗ്വേജിൽ ഒരു സിനിമ കാണുകയാണെങ്കിൽ പോലും അതിൻ്റെ ഓൾ ഓവർ എസെൻഷ്യൽ തീം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കും. അതിൻ്റെ ഓരോ ആക്ടേഴ്സിൻ്റെയും ഡയലോഗ് ഡെലിവറി മനസ്സിലായിട്ടില്ലെങ്കിലും അതിൻ്റെ ഒരു ടോട്ടൽ തീം എന്താണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതേപോലെയാണ് ഡ്രാമയും എന്ന് പറയുന്നത്. അതേപോലെ ഇനി നമുക്ക് ആ ഒരു ഡ്രാമാറ്റിക് സ്ട്രക്ചേഴ്സായി ഞാൻ പറഞ്ഞല്ലോ, പ്ലോട്ട് ഉണ്ട്, ക്യാരക്ടേഴ്സ് ഉണ്ട്, 3 യൂണിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അതിൽ ആദ്യം നമുക്ക് പ്ലോട്ടിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം എന്താണെന്നുള്ളത്. അതൊരു ഫുള്ളി ഡെവലപ്ഡ് വേർഷൻ ഓഫ് ദ സ്റ്റോറിയാണ്. അതായത് നമ്മളിങ്ങനെ കഥ എഴുതണമല്ലോ, എന്നാലല്ലേ അതൊരു പിന്നീടാണ് നമുക്കത് ഓരോ പിന്നെ സീൻസായിട്ടും അതേപോലെ എത്ര ആക്ഷൻസ് വേണം എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുക. അപ്പോൾ ഫുള്ളി ഡെവലപ്ഡ് വേർഷൻ ഓഫ് ദ സ്റ്റോറിയാണത്. ഒരു സീക്വൻഷ്യൽ ആയിങ്ങാണ്ടാണ് അത് പോകുക അല്ലേ. അത് ഇപ്പോൾ അങ്ങനെ ഒരു സീക്വൻഷ്യൽ രീതിയിൽ, അതായത് അതിൻ്റെ പ്ലേ റൈറ്റർക്ക് അയാളാണ് തീരുമാനിക്കുന്നത് ഈ ഡ്രാമ ഇങ്ങനെ സീൻ ബൈ സീൻ പോകണം, ഈ കഥ ഇങ്ങനെ പോകണം. അപ്പോൾ അത് ഒരു സീക്വൻഷ്യലായിട്ടുള്ളൊരു സ്പെസിഫിക് നറേറ്റീവ് ആണ്. അതേപോലെ പ്ലോട്ട് ആൻഡ് ക്യാരക്ടേഴ്സ് ആർ ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ. അതേപോലെ ക്യാരക്ടേഴ്സാണ് അതിൻ്റെ ഇൻസിഡൻസിനെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മുടെ ഫ്രീടാക്സ് പിരമിഡ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് ജർമ്മൻ പ്ലേ റൈറ്റായ ഫ്രീടാക്സ് ഈ ഒരു ഡ്രാമയെക്കുറിച്ച് ഒരു ഡ്രാമ ഇവോൾവ് ചെയ്യുമ്പോൾ 5 സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആദ്യം എക്സ്പോസിഷൻ എന്ന് പറയുന്ന ഒരു ബേസ് ഫോമും, പിന്നെ അതൊരു റൈസിങ് ആക്ഷൻ ഉണ്ടാകുന്നു. പിന്നെ അതിൻ്റെ 3rd സെക്ഷനിൽ വരുന്നത് ഒരു ക്ലൈമാക്സ് സെക്ഷനാണ്. അതായത് ഒരു ഇൻ്റർവെൽ, അതായത് ഒരു നമ്മളിപ്പോൾ സിനിമ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻ്റർമിഷൻ എന്ന് പറഞ്ഞ ഇത് കാണിക്കുന്ന ആ ഒരു സെക്ഷൻ എത്തുമ്പോൾ
ഭയങ്കരമായിട്ട് എല്ലാ കോൺഫ്ലിക്റ്റുകളും പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ പീക്ക് സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് ഒരു ഇൻ്റർമിഷൻ നമുക്ക് കാണാറുള്ളത്. അതേപോലെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് സെക്ഷനാണ് അതിൻ്റെ ഏറ്റവും പീക്ക് സ്റ്റേജിൽ വരുന്നത്. പിന്നെ വരുന്നത് ഒരു റിവേഴ്സലാണ്, അതായത് ഫാളിങ് ആക്ഷനാണ് 4th സ്റ്റേജിൽ വരുന്നത്. അതായത് പിന്നീട് ഓരോ കഥ ചുരുളഴിഞ്ഞ് അതിൻ്റെ ഒരു എൻഡിലേക്ക് എത്തുക ചെയ്യുന്നത്. അപ്പോൾ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് റെസൊല്യൂഷനാണ്. അപ്പോൾ എക്സ്പോസിഷൻ, അതേപോലെ റൈസിങ് ആക്ഷൻ, ക്ലൈമാക്സ്, ഫാളിങ് ആക്ഷൻ ആൻഡ് റെസൊല്യൂഷൻ, ഇങ്ങനെ 5 സ്റ്റേജസിലൂടെയാണ് ഒരു ഡ്രാമ കടന്നു പോകുന്നത്. പിന്നെ ഓരോ പ്ലോട്ടിനും എന്താണ് സബ്പ്ലോട്ട്സ് ഉണ്ടാവാം കേട്ടോ. അതായത് ഇപ്പോൾ തിരക്കഥ എന്ന് കേട്ടില്ലേ, അപ്പോൾ സബ്പ്ലോട്ട്സ് ഉണ്ടാവാം. അതേപോലെ ഡ്രാമയിൽ കോൺഫ്ലിക്റ്റുകളൊക്കെ ക്യാരക്ടർ ഉണ്ടാവുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നല്ലെങ്കിൽ ക്യാരക്ടേഴ്സും അവരുടെ ഐഡിയാസും, അതായത് നമ്മുടെ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ അയാളുടെ ഐഡിയ തന്നെ ആയിരിക്കും ഒരു പക്ഷേ അയാൾക്ക് എതിരായി പ്രവർത്തിക്കുന്നത്. അപ്പം അങ്ങനെ ഉണ്ടാകാം. അല്ലെങ്കിൽ ക്യാരക്ടേഴ്സും ആൻഡ് ഈവൻസ്, സംഭവങ്ങളിലൂടെ ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആവും അതുണ്ടാവുന്നത്. അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ഫോർ ലാർജസ്റ്റ് ഫോഴ്സ് ഓഫ് എക്സിസ്റ്റൻസ്, ഇപ്പോൾ സൂപ്പർ നാച്ചുറൽ പവേഴ്സ്, അവരൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാട്. ഇപ്പോൾ പണ്ടൊക്കെ ഷേക്സ്പിയറിൻ്റെ ഒക്കെ ഒരുവിധം ഡ്രാമയിലൊക്കെ ഒരുപാട് സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമുക്ക് ക്യാരക്ടേഴ്സ്, ഇപ്പോൾ പ്ലോട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അതിന് 5 ഇവോൾവ്ഡ് പിന്നെ ആസ്പെക്ട്സ് ഉണ്ട്. അതേപോലെ സബ്പ്ലോട്ട്സ് ഉണ്ടാവാം. അതേപോലെ അതൊരു സീക്വൻഷ്യൽ ആണ് അല്ലേ. പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു സീക്വൻഷ്യൽ സ്പെസിഫിക് നറേറ്റീവാണ്. അതേപോലെ ക്യാരക്ടേഴ്സാണ് ഓരോ പ്ലോട്ടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ആ ഒരു കോൺഫ്ലിക്റ്റുകൾ ക്യാരക്ടേഴ്സും അതേപോലെ എന്തെങ്കിലും വേറൊരു സംഭവം തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം, അതായിരിക്കും അതിലെ പ്രധാനപ്പെട്ട പ്ലോട്ട് എന്ന് പറയുന്നത്. ഇനി അപ്പോൾ പ്ലോട്ട് അവിടെ നിന്ന് ഈ ക്യാരക്ടർ എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് നമ്മൾ കുറച്ച് ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് അവർ ഇൻഡിവിജ്വൽസ് ആണ്, ഇവോൾവ്ഡ് ഇൻ ദ ആക്ഷൻ ഓഫ് എ പ്ലേ. ഒരു പ്ലേയുടെ ആക്ഷനിൽ പിന്നെ ഇവോൾവ് ചെയ്തിരിക്കുന്ന ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ സ്പീച്ചസിലൂടെ അവരുടെ ആക്ഷൻസിലൂടെയൊക്കെയാണ് ആ ഒരു സ്റ്റോറി കടന്നു പോകുന്നത്. അതേപോലെ ഒരു ആക്ടർ ആവുക എന്ന് പറയുന്നത് കാണുന്ന പോലെ അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല കേട്ടോ. അത് അയാളുടെ ഗസ്റ്റേഴ്സിലൂടെയും അയാളുടെ ബോഡി മൂവ്മെൻറ്റ്സിലൂടെയും അയാളുടെ പിന്നെ എക്സ്പ്രഷൻസിലൂടെയും ഒക്കെയാണ് നമുക്ക് ആ ഒരു ഫുൾ സ്റ്റോറി തന്നെ നമ്മളിലേക്ക് എത്തപ്പെടുന്നത്. അതേപോലെ അയാളുടെ ഒരു ആക്ടിങ് കപ്പാസിറ്റി, അയാളുടെ വോയിസ് മോഡുലേഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു ആക്ടർ എന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്വമാണ്. അപ്പോൾ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് തന്നെയാണ് പിന്നെ ഏറ്റവും കൂടുതൽ. ഇപ്പം നമ്മൾക്ക് സിനിമ കാണുകയാണെങ്കിൽ പോലും അതിലെ നടൻ്റെ പേരിൽ അല്ലെങ്കിൽ നടിയുടെ പേരിലാണ് ആ സിനിമ പിന്നെ മാർക്കറ്റിൽ പോലും അതിന് വാല്യൂ ഉണ്ടാകുന്നത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ആണ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്, അരിസ്റ്റോട്ടിലെ നമുക്കറിയാം പണ്ടത്തെ കാലഘട്ടത്തിൽ വളരെ പ്രശസ്തനായിട്ടുള്ള അദ്ദേഹമാണ് കാര്യമായിട്ട് ഡ്രാമയെക്കുറിച്ചുള്ള തിയറീസും കാര്യങ്ങളും 3 യൂണിറ്റീസൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് അരിസ്റ്റോട്ടിലാണ്. നമ്മൾ 3 യൂണിറ്റീസിനെ കുറിച്ച് നമ്മളിതിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അരിസ്റ്റോട്ടിൽ ആണ് അദ്ദേഹം മോറൽ എലമെൻസിന് ഇൻ്റലക്ച്വൽ എലമെൻറ്റിൻ്റെയും രീതിയിലാണ് ക്യാരക്ടേഴ്സിനെ ഡിസൈൻ ചെയ്തത്. അതായത് പണ്ടൊക്കെ ഡ്രാമാസ് എന്ന് പറയുന്നത് കൂടുതലും മനുഷ്യരിലേക്ക് എന്തെങ്കിലും ഒരു മോറലായിട്ടുള്ള ഒരു മെസ്സേജ് എത്തിക്കാനായിരിക്കും. അത് കാര്യമായിട്ട് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ആയിരുന്നില്ല. അന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് രീതിയിലുള്ള സൂപ്പർസ്റ്റിഷ്യസും അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഉണ്ടായിരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ഒരു മോറൽ എലമെൻറ്റ് മനുഷ്യരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അന്നതൊക്കെ കൂടുതലും ഡ്രാമാസ് ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ മോറൽ എലമെൻറ്റ്സ്, ഇൻ്റലക്ച്വൽ എലമെൻറ്റ്സ് ഒക്കെ ക്യാരക്ടേഴ്സിനെ ഡിസൈൻ ചെയ്യുമ്പോൾ അരിസ്റ്റോട്ടിലിൻ്റെ ഒരു രീതി അങ്ങനെയായിരുന്നു. അതേപോലെ E.M. ഫോസ്റ്റർ പറയുന്നത് 2 ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സാണ് അദ്ദേഹം ഡിസൈൻ ചെയ്യുക. അതായത് നമ്മൾ ഓരോ സംഭവങ്ങൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് ഓരോരുത്തർക്ക് ഉണ്ടായിരുന്ന ഒരു ഒപ്പീനിയൻ എന്താണ്, അവരുടെ ഒരു അതിനുള്ള അപ്രോച്ച് എന്താണെന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. അതേപോലെ ഫ്ലാറ്റ് E.M. ഫോസ്റ്ററിൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് 2 ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ആണുള്ളത്. ഒന്ന് ഫ്ലാറ്റ് ക്യാരക്ടേഴ്സും രണ്ടാമത്തെ റൗണ്ട് ക്യാരക്ടേഴ്സും ആണ്. അപ്പോൾ ഫ്ലാറ്റ് ക്യാരക്ടേഴ്സ് ഇവോൾവ് ചെയ്യുന്നത് സിംഗിൾ ഐഡിയയിലൂടെ ആയിരിക്കും. എന്നാൽ റൗണ്ട് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല ഡെപ്ത് ഉള്ള ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആയിരിക്കും. അങ്ങനെ E.M. ഫോസ്റ്ററിൻ്റെ ഒരു സെക്ഷൻ അങ്ങനെ ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ആക്ടേഴ്സ് മസ്റ്റ് ഹാവ് ടെക്നിക്കൽ സ്കിൽ. ഈ ആക്ടറുകൾക്ക് എന്ത് വേണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഇപ്പോൾ ടെക്നിക്കൽ സ്കില്ല് വേണം.
ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിലും ക്യാമറ എങ്ങനെയൊക്കെ മൂവ് ചെയ്ത് പോകും, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് നടക്കുമ്പോൾ അത് സ്ക്രീനിൽ കാണുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ഐഡിയ ആ ആക്ടർക്ക് ഉണ്ടാവണം. അപ്പോൾ അതേപോലെ ലൈറ്റ് എവിടെയാണ്, അങ്ങനെ എല്ലാ കാര്യത്തെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാവണം. പിന്നെ വോയിസ്, എക്സ്പ്രഷന്, ഗസ്റ്റേഴ്സ്, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ആ ക്യാരക്ടറിൻ്റെ ടോട്ടൽ ആയിട്ടുള്ള ആ ഒരു എസെൻസ് ഉള്ളിലേക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ്, ഇതെല്ലാം ഒരു ക്യാരക്ടറിന് എന്തായാലും വേണം. പിന്നെ 3 യൂണിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. 3 യൂണിറ്റീസ് എന്ന് പറയുന്നത് യൂണിറ്റി ഓഫ് ആക്ഷൻ, യൂണിറ്റി ഓഫ് പ്ലേസ് ആൻഡ് യൂണിറ്റി ഓഫ് ടൈം. ഇത് നമ്മൾ 104 കൃത്യമായിട്ട് പഠിച്ചിരുന്നതാണ് കേട്ടോ, ഓർമ്മ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതായത് പ്ലോട്ട് ഷുഡ് ഹാവ് എ സിംഗിൾ യൂണിഫൈഡ് ആക്ഷൻ വിത്ത് നോ സബ്പ്ലോട്ട്സ്. ഒരു സബ്പ്ലോട്ട്സ് ഒന്നും ഇല്ലാതെ, അന്ന് അരിസ്റ്റോട്ടിൽ കുറേ തിയറീസ് കൊണ്ടുവന്നതായിരുന്നു, ഇങ്ങനെയൊക്കെ ആയിരിക്കണം, ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് പറഞ്ഞാണ്ട്. പിന്നീട് കാലങ്ങൾ കടന്നു പോയപ്പോൾ പിന്നെ അതൊന്നും ഇല്ലാതെ അതിനെ ഫോളോ ചെയ്യാതെ ആണ് ഷേക്സ്പിയർ ഒക്കെ കാര്യമായിട്ട് പിന്നെ പ്ലേസ് ഒക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും യൂണിറ്റി ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്ലോട്ടിന് എന്താണെങ്കിലും ഒരു ഡ്രാമക്ക് ഒരു സിംഗിൾ പ്ലോട്ട് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, അതിൻ്റെ ഇടയിൽ കൂടി സബ്പ്ലോട്ട്സ് ഒന്നും ഉണ്ടാവരുത് എന്നുള്ളൊരു നിയമമാണ്. അതേപോലെ യൂണിറ്റി ഓഫ് പ്ലേസ് എന്ന് പറയുന്നത് അതൊരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സിംഗിൾ ലൊക്കേഷനിൽ മാത്രമാണ്. ഇപ്പോൾ ഒരു രാജ്യത്ത് നടക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ ആ രാജ്യത്ത് തന്നെ ആയിരിക്കണം ആ കാര്യം നടക്കുന്നത്, പിന്നീട് ഇങ്ങനെ സ്ഥലങ്ങൾ മാറ്റി അങ്ങനെയൊന്നും പാടില്ല എന്നുള്ളൊരു നിയമം. അതേപോലെ യൂണിറ്റി ഓഫ് ടൈം, അതിന് പെർട്ടിക്കുലർ ടൈം ഉണ്ട്, അത് ഈ കാലഘട്ടത്തിനുള്ളിൽ ഈ കാലഘട്ടം വരെ. അതേപോലെ അതിൻ്റെ ഇപ്പോൾ പ്ലേക്ക് ഇത്ര ഡ്യൂറേഷനെ പാടുള്ളൂ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഒക്കെയാണ് ഈ യൂണിറ്റി ഓഫ് ടൈമിൽ വരുന്നത്. പിന്നെ കാലങ്ങൾ കടന്നു പോയപ്പോൾ യൂണിറ്റി ഓഫ് പ്ലേസ്, ടൈം ഒക്കെ പിന്നെ ഓപ്ഷനിലായി. ഓരോരുത്തരും അവരുടേതായ രീതിയിൽ ഓരോന്ന് പിന്നെ നറേറ്റ് ചെയ്യാനും അതേപോലെ ചെയ്യാനും തുടങ്ങി. പിന്നെ എസെൻഷ്യൽ യൂണിറ്റി ഓഫ് ഡ്രാമ ഇസ് ദ യൂണിറ്റി ഓഫ് ഇംപ്രഷൻ ആണ്. അതായത് മൊത്തത്തിൽ പിന്നെ ഈ എലമെന്റ്സ് എല്ലാം ഒരു ഡ്രമാറ്റിക് ഐഡിയയും സ്ട്രക്ചറും കൊണ്ടുവരണം എന്നുള്ള ഒരു യൂണിറ്റി ഓഫ് ഇംപ്രഷൻ. അതായത് ഈ ടൈമും സ്പേസും അതേപോലെ ആക്ഷനും എല്ലാം ഇൻവോൾവ്ഡായി അതിലെ ക്യാരക്ടേഴ്സും ഒക്കെ കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡറിൽ വന്ന് ഈ പ്ലേ റൈറ്റർ എഴുതിയ ഒരു സെറ്റപ്പിലേക്ക് വരുമ്പോഴാണ് ആ ഒരു ഡ്രാമ കംപ്ലീറ്റ് ആയി മാറുന്നത്. അതാണ് ഒരു യൂണിറ്റി ഓഫ് ഇംപ്രഷൻ എന്ന രീതിയിൽ വരുന്നത്. പിന്നെ ഇനി ഡ്രമാറ്റിക് സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഡ്രമാറ്റിക് ടെക്സ്ചറിനെ കുറിച്ച്, അതായത് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ആക്ട് എന്ന് പറയുന്നത് ഇപ്പോൾ കർട്ടൺ പൊന്തിച്ച് ഒരു താഴ്ത്തുന്നത്. അപ്പോൾ 1 ആക്ട് പ്ലേ ഉണ്ട്, 2 ആക്ട് പ്ലേ, അങ്ങനെ പല 5 ആക്ട് പ്ലേ എന്നൊക്കെ കേട്ടിട്ടില്ല. അപ്പോൾ 1 ആക്ട് പ്ലേ എന്ന് പറയുമ്പോൾ ഒറ്റ പ്രാവശ്യം കർട്ടൺ പൊന്തിച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഡ്രാമ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ആ കർട്ടൺ താത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒറ്റൊരു സ്ട്രക്ചറിൽ അങ്ങനെ ഇതിനെയാണ് 1 ആക്ട് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മേജർ ഡിവിഷൻ ആണ്. പക്ഷേ സീൻ എന്ന് പറയുന്നത് അതിൻ്റെ സബ് ഡിവിഷനാണ്. അതായത് ഒറ്റ ആക്ട് ആണെങ്കിലും അതിൽ ഒരുപാട് സീൻസ് ഉണ്ടാവാം, അല്ലേ? ഇത് ഇപ്പോൾ കർട്ടൻ പൊന്തി കഴിഞ്ഞാൽ പിന്നെ ഒറ്റൊരു റൂമിലാണ് നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് കുറേ സീൻസ് കഴിഞ്ഞിട്ടേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അതാണ് സബ് ഡിവിഷൻസ് എന്ന് പറയുന്നത്, സീൻസ് ആണ്. പിന്നെ സീൻസ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂറ്റി ഓഫ് ആക്ഷൻ ആണ്. പ്ലേസോ ടൈമോ ഒന്നും ചേഞ്ച് ചെയ്യാതെ ആ ഒരു ആക്ഷൻ്റെ കണ്ടിന്യൂറ്റിയാണ് സീൻസിൽ വരുന്നത്. പിന്നെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ആ ടോൺ ഓഫ് ഡ്രാമയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഹൊറർ സെറ്റിങ്ങിലുള്ള ഒരു പിന്നെ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഒക്കെ ഉള്ള ഒരു ഡ്രാമയാണ് നടക്കുന്നത് എങ്കിൽ അതിൻ്റെ നമുക്ക് ആ ഒരു സ്റ്റേജ് കാണുമ്പോഴേ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിലുള്ള സെറ്റിങ്സും ലൈറ്റിങ്ങും അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിൻ്റെ കോസ്റ്റ്യൂംസും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു ഹൊറർ പ്ലേ ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ റൊമാൻറ്റിക് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള സെറ്റിങ്സ് ആയിരിക്കും. അപ്പോൾ അതാണ് പറയുന്നത് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. പിന്നെ അസൈഡ്സ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അസൈഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്യാരക്ടേഴ്സ് സംസാരിക്കുന്നു, അത് ഒന്നല്ലെങ്കിൽ ഓഡിയൻസിനോട് മാത്രമായിരിക്കാം സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ തന്നെയുള്ള ഒറ്റ ക്യാരക്ടറിനോട് മാത്രമായിരിക്കാം സംസാരിക്കുന്നത്, എന്നാൽ അത് മറ്റുള്ള ക്യാരക്ടേഴ്സ് അത് കേൾക്കുന്നില്ല. അപ്പോൾ ഇതിനെയാണ് അസൈഡ്സ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് ടേംസ് ആണ് നമ്മൾ ഡ്രാമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഡ്രാമയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് അറിയാവേണ്ട അല്ലെങ്കിൽ ഒരു ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റിനെ അറിയേണ്ട ടേംസ് ആണ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് കോമിക് റിലീഫ് എന്ന് പറയുന്നൊരു ടേമാണ്. വാട്ട് ഈസ് കോമിക് റിലീഫ്? അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു ഡ്രാമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആക്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു റിലീഫ് കിട്ടണം അതിൽ നിന്ന് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പം നമ്മൾ സിനിമയാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള സിനിമകളിലാണെങ്കിൽ പോലും കുറച്ച് ഹ്യൂമറസ് ക്യാരക്ടേഴ്സ് വന്നിട്ട് അവരുടെ കോമഡി അതിൻ്റെ ഇടയിൽ കൂടി
എന്താണ് തിരക്കഥയായിട്ട് നടക്കലുണ്ട്. അതേപോലെ തന്നെയാണ് ഇതും പറയുന്നത്. അതിന് എക്സ്ട്രാ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ വന്ന് ചിലപ്പോൾ ചെയ്യും അതിൻ്റെ ഇടയിൽ കൂടി, അല്ലെങ്കിൽ ഈ ഉള്ള ക്യാരക്ടേഴ്സിനെ അവരുടെ സ്പീച്ചസിലൂടെയും മറ്റും ആ ഒരു ടഫായിട്ടുള്ള അല്ലെങ്കിൽ ആ ടൈറ്റ് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പിന്നെ ഇടപെടലുകളാണ് ഹ്യൂമറസ് എലിമെന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഡ്യൂസ് എക്സ് മച്ചീൻ എന്ന് പറയുന്ന ഒരു ടേം വരുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ വലിയ സംഭവമാണെങ്കിൽ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലോട്ട് ഡിവൈസ് യൂസ്ഡ് ടു അതായത് ഇതൊരു പ്ലോട്ട് ഡിവൈസ് ആണ്. അപ്പോൾ അത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസോൾവ് ദ കോൺഫ്ലിക്ട്സ്, അതായത് ഈ ഡ്രാമയുടെ പ്ലേയുടെ ഇടയിൽ വരുന്ന പ്രശ്നങ്ങളെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലോട്ട് ഡിവൈസ് ആണ് ഈ ഡ്യൂസ് എക്സ് മെഷീൻ എന്ന് പറയുന്നത്. പിന്നെ ഫോറൻ ഷാഡോ എന്ന് പറയുന്നത് അതൊരു ക്ലൂ ആണ്. ഫ്യൂച്ചർ ഇങ്ങനെ കാരം എന്നുള്ളതിനുള്ള ഒരു കുറച്ച് ഹിൻസ് നമുക്ക് കിട്ടും. അതിനെയാണ് ഫോറൻ ഷാഡോ എന്ന് പറയുന്നത്. പിന്നെ ഫ്ലാഷ് ബാക്ക് ആണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, അതായത് ഒരു ക്യാരക്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈമിൻ്റെ ഒക്കെ ഒരു പാസ്റ്റ് ടൈം നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലേ റൈറ്റ് നമുക്ക് വേണ്ടിയിട്ട് അവരുടെ ഒരു പ്ലേ റൈറ്റിൻ്റെ ഒരു ഡിവൈസ് ആണെന്ന് പറയുന്നതാണ്, ഒരു ലിറ്റററി ഡിവൈസ് ആണ്. പിന്നെ ഡ്രമാറ്റിക് ഡിവൈസ് ആണ് ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്നത്. പിന്നെ ഡ്രമാറ്റിക് ഐറണി എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്രിയേറ്റ്സ് എ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ ആക്ഷൻസ് ആൻഡ് അതായത് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ക്യാരക്ടേഴ്സ്. അതായത് ഇപ്പം ഓഡിപ്പസ് റെക്സ് ഒക്കെ ഉണ്ടല്ലോ, ഓഡിപ്പസ് റെക്സ് ഒക്കെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അയാൾ ഒരുപാട് വലിയ തെറ്റ് ചെയ്തിട്ടാണ് അയാൾ നിൽക്കുന്നത് എന്നുള്ളത്. പക്ഷെ ആ ക്യാരക്ടർ ഒരിക്കലും അതിനെക്കുറിച്ച് അവെയർ ആവുന്നില്ല. ആ ക്യാരക്ടർ നന്മക്ക് വേണ്ടി നിലകൊള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരാണ് ഏറ്റവും വലിയ തെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കാണുന്ന ആർക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഓഡിപ്പസ് റെക്സ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം, വളരെയധികം ട്രാജിക് ആയിട്ടുള്ളൊരു പ്ലേ ആണ് ഓഡിപ്പസ് റെക്സ് ഒക്കെ. അപ്പോൾ അതേപോലെയുള്ള അതായത് അവരുടെ ആ ഒരു പ്രവർത്തനവും അല്ലെങ്കിൽ അവർ പറയുന്ന സംസാരവും തമ്മിൽ ഒരു ഭയങ്കരമായ ഒരു കോൺട്രാസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ആക്ച്വലി അവരറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നതെങ്കിൽ പോലും അതാണ് ഈ ഡ്രമാറ്റിക് ഐറണി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മാസ്കുകളാണ്. ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റിനൈസൻസ് പീരീഡ് നമുക്ക് ഒരുപാട് എറാസ് ഉണ്ട്. റിനൈസൻസ് എറ ഉണ്ട്, എലിസബത്തിയൻ എറ ഉണ്ട്, ജക്കോബിയൻ എറ ഉണ്ട്, റൊമാൻറ്റിക് എറ ഉണ്ട്, അങ്ങനെ വിക്ടോറിയൻ എറ, അങ്ങനെ ഒരുപാട് എറാസ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അന്നത്തെ റിനൈസൻസ് കോർട്ടിലൊക്കെ അവിടെ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഡ്രാമ ആണെങ്കിലും വേറെയുള്ള സിനിമയല്ല, അന്ന് സിനിമയൊന്നുമില്ല, ഡ്രാമയാണെങ്കിലും ഡാൻസ് അങ്ങനെയുള്ള ഒക്കെ പരിപാടി, മ്യൂസിക് ഒക്കെ ഉണ്ടാവും. പക്ഷെ അപ്പോഴൊക്കെ ഇവർ ഈ ഒരു സംഭവം തുടങ്ങി അവസാനിക്കുന്നവരെ ഓരോ മാസ്ക് ധരിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിനെയാണ് എന്ത് പറയുന്നത്, മാസ്ക് എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തത് മോട്ടീഫ് ആണ്. മോട്ടീഫ് എന്ന് പറയുന്ന ടേം നമുക്ക് കേൾക്കാൻ പറ്റും. മോട്ടീഫ് എന്ന് കേട്ടാൽ നമുക്കറിയാം, അതായത് ഒരു പ്രേരക ഘടകം. എന്തൊരു കാര്യത്തിനും ഒരു ഇൻസിഡൻറ്റ്, ഇപ്പോൾ ഒരു ഡ്രാമയുടെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ പിന്നെ ചിലതിനൊക്കെ പ്രതികാരമായിരിക്കാം, അല്ലെങ്കിൽ വയലൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ റൊമാൻസ് ആയിരിക്കാം. അപ്പോൾ അൾട്ടിമേറ്റ് മോട്ടീഫ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ അതാണ് മോട്ടീഫ്. അതിന് പ്രചോദനമായിട്ടുള്ള, അതിന് ത്രൂ ഔട്ട് ആ ഒരു ഇമേജ് ഫ്രേസസ് ഒക്കെ ഇങ്ങനെ പ്ലേയിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ പാറ്റോമേം എന്ന് പറയുന്നൊരു ഇതുണ്ട്, ടേം ഉണ്ട്. അതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു പ്രത്യേക ടൈപ്പ് ഡ്രാമാസിനെ പറയുന്ന പേരാണ്. അത് പിന്നെ നോ ഡയലോഗ്സോ മെസ്സേജസോ ഒന്നും ഡയലോഗ്സ് ഇല്ല. പക്ഷെ മെസ്സേജസ് കൺവേ ചെയ്യുന്നത് ആക്ഷൻസിലൂടെയും ഇമോഷൻസിലൂടെയും ബോഡി മൂവ്മെന്റ്സിലൂടെയും ഗസ്റ്റേഴ്സിലൂടെയൊക്കെയാണ്. അപ്പോൾ അതിനാണ് പാറ്റോമേം എന്ന് പറയുന്ന ഒരു ഇനി അതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല കേട്ടോ. PATOMIME എന്നുള്ളതാണ്. അപ്പോൾ എന്താണെങ്കിലും ഡയലോഗ്സ് ഇല്ലാതെയുള്ള പിന്നെ എങ്ങനെയാണ് നമുക്ക് ഇപ്പം ഒരു സിനിമ മ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് കണ്ടിട്ട് എങ്ങനെ നമ്മളിലേക്ക് ആ മെസ്സേജസ് നമുക്ക് എത്തുന്നുണ്ട്. അവർ എക്സാഗ്രേറ്റഡ് ആയിട്ടുള്ള ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ പിന്നെ ഇമോഷൻസിൽ, അല്ലെങ്കിൽ ആ ബോഡിലി മൂവ്മെൻറ്റ്സിൽ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു പിന്നെ ടൂൾ ഉണ്ടാവും നമ്മളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ്
പിന്നെ ഈ പറയുന്ന പാറ്റോമൈം എന്ന് പറയുന്നത്. പിന്നെ പോയറ്റിക് ജസ്റ്റിസ് എന്നാണ് പറയുന്നത്. അതായത് തോമസ് റൈംസ് ആണ് ഈ പോയറ്റിക് ജസ്റ്റിസ് കൊണ്ടുവന്നിട്ടുള്ളത്. അതൊരു എന്താ പറയുക, ഒരു റിവാർഡ് ഓഫ് ദെയർ ആക്ഷൻ, അതായത് മോറൽ പ്രിൻസിപ്പിൾ കാര്യങ്ങൾ. അതായത് ഇപ്പോൾ നന്മ ചെയ്യുന്നവർക്ക് അൾട്ടിമേറ്റ് ആയിട്ട് ഒരു റിവാർഡ് ലാസ്റ്റ് കിട്ടും, തിന്മ ചെയ്യുന്ന അന്നത്തെ എല്ലാ ഡ്രാമാസിലും അങ്ങനെ വരുന്നുണ്ട്. ഇപ്പം പിന്നെ ഡച്ചസ് ഓഫ് മാൽഫി എന്ന് പറയുന്ന പ്ലേയിൽ അതിൽ ആ ഒരു അവളുടെ, അതായത് നമ്മുടെ മാൽഫിനെ, ഡച്ചസ് ഓഫ് മാൽഫിനെ അത്രയും കഷ്ടപ്പെടുത്തുന്ന അവരുടെ ബ്രദേഴ്സിനൊക്കെ അതിൻ്റെ ലാസ്റ്റ് അതിനുള്ള റിവാർഡ് കിട്ടുന്നുണ്ട്. അവരൊക്കെ പല രീതിയിൽ മരണപ്പെടുന്നതും ഭ്രാന്താവുന്നതും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം അതാണ് പോയറ്റിക് ജസ്റ്റിസ് എന്ന് പറയുന്നത്. പിന്നെ സോലിക്യുസി എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ പറ്റും സെൽഫ് ടോക്കാണ്. സെൽഫ് ടോക്ക് അല്ലെങ്കിൽ പിന്നെ ഞാൻ മനസ്സിലാൻ വേണ്ടിയിട്ടോ പറഞ്ഞത് സെൽഫ് ടോക്ക്, അത് മോണോലോഗ്സ് എന്നാണ് ശരിക്കും പറയുക. അതായത് നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കൂലേ. അപ്പം അത് ഇപ്പോൾ ഡ്രാമയിലാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, വേറെ ക്യാരക്ടേഴ്സൊന്നും ഇൻവോൾവ് ചെയ്യാത്ത നമ്മളോട് തന്നെ പറയുന്ന ഒരു മൊമെൻ്റ് ഉണ്ടാവും. ഞാനിങ്ങനെയൊക്കെ ആയത് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ഓഡിയൻസിനോട് നമ്മളെക്കുറിച്ച് കൺവേ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടാവും. അപ്പം നമ്മൾ ഉറക്കെ അത് ഇങ്ങനെ പറയും. നമ്മുടെ ഉള്ളിൽ സംസാരിക്കേണ്ടതാണ്, പക്ഷെ അത് ഓഡിയൻസിന് മനസ്സിലാൻ വേണ്ടി നമ്മൾ ഉറക്കെ സംസാരിക്കും. അതിനെയാണ് സോലിക്വസി അല്ലെങ്കിൽ സെൽഫ് ടോക്ക് എന്നൊക്കെ പറയുന്നത്. പിന്നെ എന്താണ്, അത് ഹാംലെറ്റിലും അതേപോലെ ക്രിസ്റ്റഫർ മാർലോൻ്റെ ഡോക്ടർ ഫോസ്റ്റസ് ഒക്കെ അല്ലേ, അതിലൊക്കെ ഇത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത്രയും കാര്യങ്ങൾ ഡ്രാമയെക്കുറിച്ച് നമുക്ക് എക്സാമിന് എഴുതാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഇതിൻ്റെ ഒരു ഡ്രാമാറ്റിക് സ്ട്രക്ചേഴ്സ് എന്താണ്, അതേപോലെ പ്ലോട്ടിൽ എന്തെല്ലാം 5 ഇവോൾവിങ് പ്ലോട്ട്സ്, അതേപോലെ തന്നെ ക്യാരക്ടേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് എന്നുള്ളത്, അത് അരിസ്റ്റോട്ടിലൊക്കെ എന്താണ് പറഞ്ഞത്, EM ഫോസ്റ്റർ എന്താണ് പറഞ്ഞത്, അതേപോലെ 3 യൂണിറ്റീസ് എന്നില്ലാതെ ഒരിക്കലും എക്സാം എഴുതി പോരുത് കേട്ടോ. 3 യൂണിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡ്രാമ സെക്ഷനിൽ വരുമ്പോൾ. പിന്നെ ഡ്രാമ എന്താണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡ്രാമയെക്കുറിച്ച് എന്തൊക്കെ അറിയാം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. പിന്നെ കുറച്ചെങ്കിലും ഒരു അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഡ്രാമ കാണണമെന്നുള്ള സിനിമ കണ്ട് ശീലമുള്ളവരാണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടേതായിട്ട് ഇതിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും കാച്ചാൻ പറ്റിയ കുറച്ച് ഇൻഫോർമേഷൻസാണ് ഞാൻ പറഞ്ഞത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.